ഒന്ന് ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു, അവൾ ഒരു നേർച്ച നേർന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു, അവൾ ഒരു നേർച്ച നേർന്നു. കണ്ണുനീരിലെ രഹസ്യങ്ങൾ, കണ്ണുനീരിൻ്റെ 2 രഹസ്യങ്ങൾ എന്ന ചിന്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്പസമയം ആയിരിക്കാനായിട്ട് ഇടയാകട്ടെ. കരയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പല വിഷയങ്ങൾക്ക് വേണ്ടിയും നാം കരയാറുണ്ടല്ലേ. പലപ്പോഴായിട്ട് പലതിനു വേണ്ടി കരയുന്നവരാണ്. എന്നാൽ ഇന്ന് 1 ശമൂവേൽ 1-ാം അധ്യായം 6 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ കണ്ണുനീരിൻ്റെ പിന്നിലെ 2 സത്യങ്ങളെ വെളിപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. കണ്ണുനീർ എന്താണ് എന്ന് ചോദിച്ചാൽ, കണ്ണുനീർ ഒരു ദൗർബല്യമല്ല, അത് ആത്മാവിൻ്റെ ഭാഷയാണ്. കണ്ണുനീർ ആത്മാവിൻ്റെ ഭാഷയാണ്. ബൈബിൾ കണ്ണീരിനെ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല. പകരം ദൈവസന്നിധിയിലേക്ക് കണ്ണുനീർ അടുപ്പിക്കുന്നു എന്നതാണ് 1 ശമൂവേൽ 1-ാം അധ്യായം 6 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ദൈവസന്നിധിയിൽ വീഴുന്ന ഒരു കണ്ണുനീരും വെറുതെയാകില്ല എന്ന അടിസ്ഥാനമിട്ടുകൊണ്ടാണ് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ദൈവസന്നിധിയിൽ വീഴുന്ന ഒരു കണ്ണുനീരും വെറുതെയാകില്ല. ഈ വേദഭാഗങ്ങളിൽ ഹന്ന എന്ന പ്രവാചകിയുടെ ജീവിതത്തെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഹന്നയുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ നന്മയെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ഇന്ന് കൂടുതൽ കണ്ണുനീർ എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. അതെ, നമ്മളെല്ലാവരും കരയാറുണ്ട്. പക്ഷേ എന്തിനാണ് കരയുന്നത്, എങ്ങനെയാണ് കരയുന്നത് എന്ന ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുവാനായിട്ട് മറന്നു പോകരുതേ എന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. ഹന്നയെക്കുറിച്ച് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്, ഹന്ന വളരെ വേദന കടിച്ചമർത്തുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ആ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവളുടെ വേദന എന്താണെന്ന് നമുക്കറിയാം. എന്തായിരുന്നു അവളുടെ വേദന? കുഞ്ഞുങ്ങളില്ല എന്നതായിരുന്നു ഹന്നയുടെ വേദന. തൻ്റെ ഭർത്താവുമായിട്ട് എലി പുരോഹിതനെ കാണുവാനും അവിടെ സഭാങ്കണത്തിലൊക്കെ പോകുമ്പോൾ പ്രതിയോഗികൾ പലപ്പോഴുമായി എന്തു ചെയ്യും? കളിയാക്കുമായിരുന്നു. കളിയാക്കുന്നൊരു പതിവുണ്ട്. നിനക്ക് മക്കളില്ലല്ലോ, നിനക്ക് ഒരു നന്മയും ദൈവം തന്നിട്ടില്ലല്ലോ എന്ന രീതിയിൽ കളിയാക്കുന്നത് ഒരു പതിവായി കാണുകയാണ്. എന്നാൽ എൽക്കാന എന്ന ഈ പുരുഷൻ, അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് പെനീന. അവർക്ക് മക്കളുണ്ടായിരുന്നു. ആ മക്കൾക്കും അവൾക്കും ഇത് നന്മകൾ അല്ലെങ്കിൽ ഓഹരി നൽകിയിരുന്നുവെങ്കിലും അതിന്റെ ഇരട്ടിയായി ആർക്ക് കൊടുക്കുമായിരുന്നു? ഹന്നയ്ക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ ദൈവം ഹന്നയുടെ ഗർഭത്തെ അടച്ചിരുന്നു എന്നതാണ് വേദഭാഗങ്ങളിൽ നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സങ്കടം ഹന്ന ദൈവത്തോട് പറയുവാനായിട്ട് ഇവിടെ ഇടയാകുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, ഹന്നയുടെ മുന്നിലുള്ള കണ്ണുനീരിൽ നിന്നും നാം പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം, കണ്ണുനീർ വിശ്വാസത്തിന്റെ ആഴം വെളിപ്പെടുത്തുകയാണ്. 1 ശമൂവേൽ 1:10 വീണ്ടും പറയുന്നു, അവൾ മനസ്സിൽ കഠിന വേദനയോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, കരഞ്ഞു. പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന ഒരു വലിയ ആഹ്വാനമാണ്
ഈ രാത്രികാലം ഈ ഒരുക്ക ആരാധനയിലൂടെ ഈ ശബ്ദപരിധിയിലായിരിക്കും നമ്മോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഹന്ന പിന്തിരിഞ്ഞില്ല, ഇനി നടക്കത്തില്ല എന്നൊരു വിഷയമാണ്. എങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് അവിടെ പറയുകയാണ്. ഒരിക്കലും ഹന്ന മനുഷ്യരോട് പരാതി പറയുവാനായിട്ട് പോയില്ല. എവിടേക്കാണ് ഓടിയത്? മനുഷ്യരുടെ അടുക്കലേക്കല്ല, ദൈവത്തിന്റെ അടുക്കലേക്കാണ് ഹന്ന കടന്നുപോയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവളുടെ കണ്ണീർ പ്രാർത്ഥനയോടുകൂടിയതായിരുന്നു. അവളുടെ വിലാപം പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ്. ഇതൊരിക്കലും ദൈവത്തോടുള്ള പരാതിയോ വിരോധമോ ആയിരുന്നില്ല. എന്നാൽ ദൈവത്തെ ഈ കഷ്ടം വന്നിട്ട് വിട്ടുമാറിയതുമില്ല. ഹന്നയുടെ ജീവിതത്തിൽ ഗർഭം അടച്ചിരുന്നു, ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിലും വിട്ടുമാറിയില്ല, മുറുകെ പിടിക്കുകയാണ് ചെയ്തത്. കരഞ്ഞുകൊണ്ട് വീണ്ടും ശക്തമായി ദൈവത്തിലേക്ക് അടുത്തു വന്ന ഒരു അനുഭവമാണ് ഹന്നയെ കുറിച്ച് നമുക്ക് ഈ വേദഭാഗങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, പ്രാർത്ഥനയോടുകൂടിയ കണ്ണുനീർ വിശ്വാസത്തിന്റെ തെളിവാണ്. പ്രാർത്ഥനയോടുകൂടിയ കണ്ണുനീർ വിശ്വാസത്തിന്റെ തെളിവാണ്. അതെ, കരയുന്നവരോട് ഞാൻ ഇനിയും പറയും, കരയണം, ദൈവസന്നിധിയിൽ കരയണം. നിങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു എന്ന് ഇന്നത്തെ കഥാപാത്രമായ ഹന്ന പറയാൻ പോവുകയാണ്. ഹന്ന പഠിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഒരു ചരിത്ര സംഭവം നമ്മൾ പറയുകയാണ്. ഓരോ കണ്ണുനീരിനും വിലയുണ്ടെന്ന് ശക്തമായി പറയുകയാണ്. സങ്കീർത്തനം 56:8 പറയുന്നു, ദൈവം നമ്മുടെ കണ്ണുനീർ ശേഖരിക്കുന്നു എന്നാണ്. ദൈവം നമ്മുടെ കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിക്കുന്നു, എന്നിട്ട് തുരുത്തി കവിയുന്ന ഒരു അളവിൽ അനുഗ്രഹമുണ്ട് എന്ന് നമുക്ക് വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. മത്തായി 5:4 പറയുന്നു, അവിടെ കരയുന്നവർ, ദുഃഖിക്കുന്നവർ, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. എബ്രായർ 11:6 പറയുന്നു, വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. അതെ, ദൈവസന്നിധിയിൽ കരയുന്ന ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, എന്നെ ദൈവം കൈവിടത്തില്ല. ഈ വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ആ വലങ്കരം നമ്മളിലേക്ക് ഇറങ്ങി വരുവാൻ നമ്മുടെ കണ്ണുനീര് കാരണമാകും എന്നാണ് വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. ഓർക്കുക, പ്രാർത്ഥനയില്ലാത്ത കണ്ണുനീർ നമ്മെ നിരാശ കയത്തിലേക്ക് കൊണ്ടെത്തിക്കും. എന്നാൽ പ്രാർത്ഥനയുള്ള കണ്ണുനീർ പ്രത്യാശയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. സങ്കടങ്ങൾ നമുക്ക് ഒത്തിരിയാണ്, പ്രതികൂലങ്ങൾ ഒത്തിരിയാണ്, ആവശ്യങ്ങൾ ഒത്തിരിയാണ്. ഈ നാളുകളിൽ എല്ലാവരും പറയാറുണ്ട്, ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ചിലർ പറയുന്നു, ഞാനും പ്രാർത്ഥനയിലാണ്. എന്നാൽ ഈ വേദഭാഗം നമ്മൾ പറയുന്നു, കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കണ്ണുനീരോടുകൂടി നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്നിൽ വിശ്വാസമുണ്ട്. കണ്ണുനീരോടുകൂടി നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്നിൽ പ്രത്യാശയുണ്ട്. അതുകൊണ്ട് വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരോട് ഈ രാത്രികാലം വേദഭാഗം പറയുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഹന്നെ പോലെ ദൈവത്തെ മുറുകെ പിടിക്കണം, വിട്ടുകളയരുത്, പിന്മാറരുത്. ദൈവം ഒരു നന്മ നിനക്കായി തരുമെന്ന് വേദഭാഗം ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ചിന്തയുടെ പരിസമാപ്തിയാണ്. രണ്ടാമത്തെ കാര്യം, കണ്ണുനീർ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ നമ്മിൽ വഴി ഒരുക്കുന്നു എന്നാണ്. അവിടെ 1 ശമൂവേൽ 1:19 പറയുന്നു, യഹോവ അവളെ ഓർത്തു. ഇവിടെ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അവിടെ ഹന്നയെ ദൈവം ഓർക്കുകയും അവളുടെ മുന്നിൽ ദൈവം ഒരു അത്ഭുതത്തെ തുറക്കുകയും ചെയ്യുന്നു എന്ന് കാണുവാൻ സാധിക്കുകയാണ്. അവളുടെ വേദന ദൈവത്തിൽ എത്തുകയും ഒരു കുഞ്ഞിനെ മാത്രമല്ല, ഒരു പ്രവാചകനായ ശമൂവേലിനെ ജനിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ കലവറയായി തരാൻ പോകുകയാണ്. ഒരിക്കലും മനുഷ്യൻ വിചാരിക്കുന്നതല്ല, ദൈവത്തിന്റെ പദ്ധതി വേറെയാണ്. ഇവിടെ ഹന്ന ഒരു കുഞ്ഞിനെ ആവശ്യപ്പെട്ടപ്പോൾ ഒരു സമൂഹത്തെ തന്നെ, ഇസ്രായേലിലെ ഭാവിയെ തന്നെ മാറ്റുന്ന ഒരു പ്രവാചകനായ ശമൂവേലിനെ ദൈവം ഉദരം തുറന്ന് അവിടെ നൽകിയ അനുഭവത്തെയാണ് വേദഭാഗങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയരെ,
ദൈവം പലപ്പോഴും നമ്മൾ തരുന്ന കണ്ണുനീരിൻ്റെ സാഹചര്യങ്ങൾ അതൊരു ശിക്ഷയല്ല, അതൊരു ഒരുക്കത്തിൻ്റെ അനുഭവമാണെന്ന് ഈ രാത്രികാലം മറന്നു പോകരുത്. ചിലപ്പോൾ നീ കരയുന്നുണ്ടാകാം, ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ട്, നിന്റെ ജീവിതത്തിൽ ഒരുപാട് വ്യവസ്ഥ ചില പ്രാർത്ഥനകളുണ്ട്. നീ കരയുന്നുവെങ്കിൽ പ്രത്യാശയോടെ വിശ്വാസത്തോടു കൂടി നീ ദൈവത്തിന്റെ അടുക്കൽ കടന്നു വരണം. തീർച്ചയായും ഇതൊരു നിനക്ക് ശിക്ഷയല്ല, നിന്നെ ദൈവം ഒരുക്കുകയാണ് എന്ന് ഇവിടെ ഓർപ്പിച്ചു കൊള്ളട്ടെ. സങ്കീർത്തനങ്ങൾ 126 അതിൽ 5 പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. അതെ, ഈ രാത്രികാലം ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന സ്നേഹിത, സഹോദരി, പിതാവേ, മാതാവേ, കുഞ്ഞെ, കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലുണ്ട്. ആർപ്പോടെ കൊയ്യുവാൻ ദൈവം നിന്നെ ഇടയാക്കും. യോഹന്നാൻ 16 അതിൽ 20 പറയുന്നു, വേദന സന്തോഷമായി മാറും, നിന്റെ ദുഃഖങ്ങൾ സന്തോഷമായി മാറുവാൻ നിന്റെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് ഒരുക്കും എന്നാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. റോമർ 8 അതിൽ 28 പറയുന്നു, സകലവും നന്മയ്ക്കായി ദൈവം ഒരുക്കും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ, കുടുംബങ്ങളുടെ ജീവിതത്തിൽ, ഈ സമൂഹത്തിന്റെ ജീവിതത്തിൽ, സഭയുടെ മധ്യേ ദൈവം സകലവും നന്മയ്ക്കായി ഒരുക്കും എന്ന് ഇവിടെ ഓർപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് ഇന്ന് നാം കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ നാളത്തെ സാക്ഷ്യമായി മാറുകയാണ്. ഇന്നത്തെ വേദന നാളെയുടെ നന്മയായി തീരുകയാണ് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾക്ക് മേൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എൽക്കാന പലപ്പോഴും പറയുവാനിടയായി, നീ കരയരുത്, 10 ആൺമക്കൾക്ക് തുല്യനായിട്ട് ഞാനിവിടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും ഒരു കുഞ്ഞിന് സമമാകുന്നില്ല എന്ന് ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹന്ന കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദാവീദ് പുത്രാ, എൻ്റെ ദൈവമേ, എൻ്റെ യഹോവേ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ. പലരും എന്നെ കളിയാക്കുകയാണ്, എൻ്റെ ഉദരം അടഞ്ഞു പോയതാണെന്നും ഞാനൊരു മച്ചിയാണെന്നും എന്നെ എല്ലാവരും കളിയാക്കുകയാണ്. ദൈവമേ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ, ഞാൻ വിശ്വസിക്കുന്നു അപ്പാ എന്ന് കരഞ്ഞ് 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 പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത ആണ്ടിൽ ഒരു പ്രവാചകനെ ഉദരത്തിൽ ഉരുവാക്കിയ ദൈവമാണ് നമ്മുടെ സർവശക്തനായ ദൈവം. അതുകൊണ്ട് ഏത് വ്യവസ്ഥകൾക്ക് വേണ്ടി, ഏത് വിഷയങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുവോ അവിടെ അത്ഭുതം നടക്കും, അവിടെ അടയാളം നടക്കും. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവനെ പിന്തിരിപ്പിക്കുവാൻ ഒരുത്തർക്കും കഴിയില്ല എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഹന്ന അവിടെ സഭയിൽ, ആലയത്തിൽ വന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏലി പുരോഹിതൻ ഇത് കാണുകയാണ്. ആദ്യം ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. എൽക്കാന എഴുന്നേറ്റ് പോയി. എന്നിട്ട് ഹന്ന അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് സങ്കടത്തോടുകൂടി ആ ക്രൂശിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് പുത്രാ, ദൈവമേ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ, ദൈവമേ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ, ദൈവമേ, സങ്കടങ്ങൾ നീക്കണമേ എന്ന് ഇങ്ങനെ ഉരുവിട്ട് ജൽപ്പനം ചെയ്യുകയാണ്. എന്നാൽ വായിലൂടെ ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല. ഇത് കണ്ടിട്ട് ഏലി പുരോഹിതൻ ചിന്തിച്ചു, ഇവൾ മദ്യപിച്ചിട്ട് ലഹരി മൂത്തിരിക്കുകയാണെന്ന്. അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് ലഹരി മൂത്തില്ലയോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് അന്ന പറഞ്ഞു, എൻ്റെ യജമാനനെ, ഞാൻ ലഹരി പിടിച്ചതല്ല, ഞാനൊരു വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ്, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് എന്ന സങ്കടം അവിടെ ഉന്നയിച്ചു. അപ്പോൾ അവിടെ ഏലി പുരോഹിതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു, നിനക്ക് ദൈവം നന്മ ഒരുക്കും, നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം തരും എന്ന ശക്തമായ ഒരു ആശ്വാസം അവിടെ ഏലി പുരോഹിതൻ നൽകുവാനിടയായി. അത് തന്നെയാണ് ഹന്നയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അടുത്ത ആണ്ടിൽ ഒരു പുരോഹിതനെ ഉദരത്തിൽ ചുമക്കുവാൻ ദൈവം ഉദരം തുറന്നുവെന്ന് ശക്തമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ രാത്രികാലം നമുക്ക് ലഭിക്കുന്ന സന്ദേശം, നമ്മുടെ വിഷയം ഏതുമാകട്ടെ, നമ്മുടെ രോഗങ്ങൾ ഏതുമാകട്ടെ, നമ്മുടെ കടങ്ങൾ ഏതുമാകട്ടെ, നമ്മുടെ സങ്കടങ്ങൾ ഏതുമാകട്ടെ, നമ്മുടെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, ഒരു നന്മ ഒരുക്കും, ഒരു അത്ഭുതം ഒരുക്കുമെന്ന് വേദഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണുനീരിന് ഒരു മറുപടിയുണ്ട്. ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന നമ്മുടെ കണ്ണുനീർ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമാണ്. കണ്ണുനീർ ഒഴുക്കുമ്പോൾ ദൈവം നമ്മിലൂടെ മഹത്തായ തൻ്റെ ഉദ്ദേശങ്ങൾ അവിടെ ഒരുക്കുന്നു എന്ന് വേദഭാഗങ്ങളുടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ കണ്ണീർ ഒളിപ്പിക്കരുത്. നിന്റെ കണ്ണുനീർ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നീ ലജ്ജിക്കരുത്.
കരഞ്ഞ് പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം. കരയുമ്പോൾ അത്ഭുതത്തിന്റെ മഴ, അത്ഭുതത്തിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ ഭവനത്തിൽ, നിന്റെ വീടുകളിൽ നിന്നിലേക്ക് ഇറങ്ങി വരുമെന്ന് വീണ്ടും വീണ്ടും ഓർപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. നമ്മുടെ ശക്തമായ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ കടന്നു വരാം. യഥാർത്ഥ കണ്ണുനീരോടുകൂടി പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയാണ്, ദൈവത്തിൽ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ്, സങ്കടങ്ങളെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്, എന്റെ ദൈവം എന്നെ തൊടുമെന്ന പ്രത്യാശയോടുള്ള പ്രാർത്ഥനയാണ്. ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിന്റെ കണ്ണുനീർ കർത്താവ് കേട്ടിരിക്കുകയാണ്, നിന്റെ കണ്ണുനീർ കർത്താവ് ആ തുരുത്തിയിൽ എടുത്തിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാമോ? നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയാമോ? ഈ രാത്രികാലം നമ്മുടെ വേദനകളെ കർത്താവ് ഏറ്റെടുത്ത് നമുക്കൊരു പ്രത്യാശ ഒരുക്കും. ഹന്നയുടെ ഉദരം തുറന്ന ദൈവം നമ്മുടെ ഭവനങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ഒരുക്കുവാൻ പോവുകയാണ്. നിന്നിൽ വലിയൊരു സമാധാനം ഒരുക്കാൻ പോവുകയാണ്. നിന്റെ കേസുകൾ ഒഴിവാക്കി വിടുകയാണ്. നിന്റെ രോഗങ്ങളെ കർത്താവ് ശമിപ്പിക്കുകയാണ്. നിന്റെ കടഭാരങ്ങളെ കർത്താവ് നീക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രികാലം വിശ്വാസത്തോടെ കരഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ എല്ലാവർക്കും എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. നിന്നെ നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനുമുടയവൻ. സ്വന്തമായുള്ളവനോ എല്ലാറ്റിനുമുടയവൻ. കണ്ണീരു വീണാലും ചേർത്ത് പാടാമോ? തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. ഒരിക്കൽ കൂടെ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായിരിക്കും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ലൊരു രാത്രി കാലത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. സ്തോത്രം സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കണ്ണുനീരിന്റെ വില, കണ്ണുനീരിന്റെ പിന്നിലെ ചില സത്യങ്ങളെ തെളിയിച്ചെന്ന് കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം ചെയ്ത് കർത്താവേ. അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ യോഹന്നാൻ 11:35 ലാസറിന്റെ കബറിടങ്ങൾ ഇടത്തിൽ കടന്നു വന്ന് കരഞ്ഞ ഒരു കർത്താവിനെയാണ് ഞങ്ങൾ കാണുന്നത്. ലൂക്കോസ് 19:41 യെരൂശലേമിനെ കുറിച്ച് കരഞ്ഞ ഒരു കർത്താവിനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എബ്രായർ 5:7 ഗത്സമനയിൽ പ്രാർത്ഥിച്ച, കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച, കണ്ണീരൊഴുക്കിയ ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. കണ്ണുനീരിന് വിലയുണ്ട്.
ഹല്ലേലൂയ എന്ന സത്യം ഞങ്ങൾക്ക് ഈ രാത്രികാലം നൽകിയ കൃപയോർത്ത് സ്തോത്രം ചെയ്ത് കർത്താവേ. ഹല്ലേലൂയ. സങ്കീർത്തനം 56:8 പറയുന്നു, ദൈവം നമ്മുടെ കണ്ണുനീർ ശേഖരിക്കുന്നുവെന്നാണ്. ദൈവം നമ്മുടെ കണ്ണുനീർ ശേഖരിക്കുന്നുവെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുകയാണ്, ഒരുക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ കുടുംബജീവിതങ്ങളുടെ വ്യക്തിജീവിതങ്ങൾ ഒരുക്കത്തിനായി യേശുവിന്റെ അധികാരം നമ്മൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ ആത്മീയ സന്തോഷം പ്രാപിക്കട്ടെ, അടയാളം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. വ്യവസ്ഥ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മേൽ ദൈവത്തിന്റെ ഇടപെടൽ കൂടെ ഇരിക്കണമേ. കണ്ണുനീരിനൊരു മറുപടി ഈ രാത്രികാലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹന്നയുടെ ജീവിതത്തിൽ ദൈവം സങ്കടങ്ങൾ നീക്കിയതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവം ഒരു വിടുതൽ ഒരുക്കി. ഹല്ലേലൂയ. അവിടെ ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പലരും ചിന്തിച്ചു അവൾ മദ്യപിച്ചിരിക്കുകയാണ്, ലഹരി പിടിച്ചിരിക്കുകയാണെന്ന്. എന്നാൽ അവളുടെ പ്രാർത്ഥന സത്യമെന്ന് തിരിച്ചറിഞ്ഞ പുരോഹിതന് പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി ഒരുക്കും. ഹല്ലേലൂയ. ഈ രാത്രികാലം അടിയൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് യേശുവിന്റെ നാമത്തിൽ ഒരു മറുപടി ഒരുക്കണമേ. ഈ രാത്രികാലം പലരുടെയും സങ്കടങ്ങൾക്ക് ഒരു മറുപടി കർത്താവ് നീക്കുപോക്ക് യേശുവിൻ നാമത്തിൽ ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കരയുന്നവർക്ക് പ്രതിഫലമുണ്ട്. തന്ന ചിന്തകൾക്കായി സ്തോത്രം. ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ജയമെടുത്ത് ജയാളിയായി മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇനി നടക്കില്ല എന്ന് പറയുന്ന വിഷയത്തിന് മേൽ കർത്താവേ, ഇനി അല്പം പോലും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന വിഷയത്തിന് മേൽ, കടഭാരങ്ങളുടെ മേൽ, രോഗങ്ങളുടെ മേൽ, കുടുംബ പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോ സങ്കടങ്ങളെയും കർത്താവ് ഏറ്റെടുത്ത് തുരുത്തിയിലാക്കി കർത്താവെ 10 മടങ്ങ് നന്മയാൽ ഞങ്ങൾ നിറയ്ക്കുമെന്ന ഗാനങ്ങളിലൂടെ ഞങ്ങൾ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രികാലം കടന്നു വന്ന് അല്പസമയം പ്രാർത്ഥിച്ച് ജയമെടുത്ത് മുന്നേറുവാൻ ഒരവസരം നൽകിയല്ലോ. ഞങ്ങൾ പൊഴിക്കുന്ന കണ്ണുനീർ ഒരിക്കലും വൃഥാവാകില്ല തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെ ഓർക്കുന്നു. ഇന്നത്തെ ഒരുക്കാരാധന ഞായറാഴ്ചത്തേക്ക് വേണ്ടിയാണല്ലോ അപ്പ. ഞായറാഴ്ചത്തെ ആരാധന എല്ലാവരും നന്മയായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. കൃപയിൽ ബലപ്പെട്ട് മുന്നേറുവാൻ കർത്താവെ അനുഗ്രഹപ്രദമായ ശുശ്രൂഷ ലഭിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞായറാഴ്ച മുതൽ സഭയിൽ എല്ലാ സംഘടനകളും പ്രവർത്തന സജ്ജമാകുന്നു. ഈ വർഷം കർത്താവ് കൂടുതലായി ആത്മീയതയിൽ വേരൂന്നിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ എല്ലാ സംഘടനകളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭാ കമ്മിറ്റി, സഭാ പ്രവർത്തകർ, മറ്റു വിവിധ മേഖല പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ രാത്രികാലം അങ്ങനെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട്, അങ്ങനെ കർത്താവെ അങ്ങനെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങി പോവുകയാണ്. കർത്താവെ അടിയന് തന്ന സാക്ഷ്യത്തിനായി സ്തോത്രം. ഹന്നെ പോലെ കഴിഞ്ഞ നാളുകളിൽ അല്പം പോലും വചനം പറയുവാൻ കഴിയാതെ, ശബ്ദം പുറത്തു വരാൻ കഴിയാതെ സങ്കടപ്പെട്ടു അപ്പ. സുവിശേഷം പറയുവാനായിട്ട് സങ്കടപ്പെട്ടു, ഇത് പാടുവാൻ സങ്കടപ്പെട്ടു. എന്നാൽ ഇന്ന് ഹന്നയുടെ പ്രാർത്ഥന പോലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിയില്ല എങ്കിൽ പോലും ശുശ്രൂഷ നയിക്കുവാൻ, ഇത്രത്തോളം ശബ്ദമെടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന സൗഖ്യത്തിനായി, വിടുതലിനായി സ്തോത്രം. എല്ലാ ഇൻഫെക്ഷനും എല്ലാ ഭാരങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടിയിൽ നിന്ന് നീക്കി അടിയനെ ശുശ്രൂഷയ്ക്കായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തീയുടെ ശുശ്രൂഷ, അടിയന്റെ ശരിയായ ശുശ്രൂഷയിലേക്ക് അടിയനെ ശക്തീകരിക്കണമേ, നയിക്കണമേ. തീയുടെ ശുശ്രൂഷ, അഭിഷേകത്തിന്റെ ശുശ്രൂഷ അടിയിലൂടെ വെളിപ്പെടുത്തുന്നവയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനകളിൽ ദൈവം ഒരു നന്മയായി കർത്താവ് ഒരുക്കിയതുകൊണ്ട് സ്തോത്രം. ശുശ്രൂഷകൾ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് പിരിയുന്നു. എന്നാൽ പിരിയാത്ത ബന്ധുവായി കൃപയും സമാധാനവും സ്നേഹവും തുടർന്നും കൂടിയിരിക്കണം. പ്രാർത്ഥന കടനായി നന്ദി അപ്പ. യേശു അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.